വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ അതും കടന്നുപോയി. പോളിംഗ് അതും കടന്നുപോയി. ജനാധിപത്യത്തിൻ്റെ ആ സുന്ദര മുഹൂർത്തങ്ങളിലൂടെ സഹായിനെ ബൂത്ത് കൊണ്ടുപോകുന്ന അതാണ് ഇയാൾ. ഐ ഡി കാർഡ് കൊടുത്തില്ല. അതെന്താ അതാ കാണുന്നില്ല. സ്ലിപ്പേ ഉള്ളൂ, ഐ ഡി കാർഡ് കൊടുത്തില്ല. പിണറായി വിജയൻ ആദ്യ വോട്ട് ചെയ്തോ? ഇല്ലേ, ചെയ്തില്ലേ? അതെന്താ ഇത്ര താമസിച്ചത്? വോട്ട് ചെയ്തിട്ട് ഓപ്പൺ വോട്ടല്ലേ പറയുന്ന ഏരിയയിൽ 10 വോട്ട് പിടിച്ചു. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇന്ത്യ അസംബ്ലി തെരഞ്ഞെടുപ്പ്, അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ഒരുപാട്. ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ല ആരോഗ്യം. പിണറായി വിജയൻ പിണറായിയിലെത്തി വോട്ട് ചെയ്തു. ഏതാണ്ട് എല്ലാ കേരളീയരും അങ്ങനെ തന്നെ ചെയ്തിരിക്കും. തെരഞ്ഞെടുപ്പിലാകെ കേരളീയർ കാണിച്ച സംയമനവും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ അനിഷ്ട സംഭവങ്ങളില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോയതും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മാതൃകാപരമായാണ് കാണുന്നത്. അത് ഇന്നത്തെ ദിവസവും തുടരണം എന്നാണ് പൊതുവെ ജനങ്ങളോടാകെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞാലും സമാധാനം നിലനിൽക്കണമെന്നാണ് പൊളിമിക്സിന് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഇത്തവണ സമാധാനം നശിപ്പിച്ചത് വോട്ടിംഗ് മെഷീനാണ്. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ വ്യാപകമായ പരാതിയുണ്ട്. അങ്ങനെയൊരു പരാതിയുള്ള ഘട്ടത്തിൽ ഓരോ പോളിംഗ് ബൂത്തിലും വെക്കുന്ന വോട്ടിംഗ് യന്ത്രത്തിന് ഒരു തകരാറുമില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ ഞാൻ വോട്ട് ചെയ്യേണ്ട ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ ആദ്യഘട്ടത്തിൽ തകരാറായി. ഇവിടെ അടുത്ത് തന്നെ മറ്റൊരു ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായി. അടുത്ത പഞ്ചായത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായി. ഇത് ഇപ്പോൾ അടുത്തുള്ള പ്രദേശങ്ങളെ പറ്റി പറയുന്നതാണ്. കേരളത്തിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീൻ തകരാറായി എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അക്കാര്യം വേണ്ടത്ര ഗൗരവത്തോടെ ഇലക്ഷൻ കമ്മീഷൻ ഈ വോട്ടിംഗ് മെഷീൻ്റെ കാര്യം എടുത്തില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. വോട്ടിംഗ് യന്ത്രം അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും ചില കാര്യങ്ങളിൽ സഖാവിന് ഉറപ്പുണ്ട്. ചിലരുടെയൊക്കെ അതിമോഹം തകർന്നടിയുന്ന തെരഞ്ഞെടുപ്പാണ്. ഉത്തരേന്ത്യയിൽ വർഗീയ ചേരിതിരിവും വംശഹത്യയും വർഗീയമായ കലാപങ്ങളുമൊക്കെ സംഘടിപ്പിച്ചവർ ഇവിടെ വന്ന് റോഡ് ഷോ നടത്തി ആളുകളെ അവരുടെ പാട്ടിലാക്കാമെന്ന് ധരിച്ചിരുന്നു. അത് തകർന്നടിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനാവും. അതാര് എന്നറിയാമല്ലോ, മോദിയും സംഘവും. അവരുടെ സ്വപ്നം തകർന്നടിഞ്ഞു. BJPയെ നേരിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അവരുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയെക്കുറിച്ച്
ഒന്നും പറയാൻ അവർക്കുണ്ടായിരുന്നില്ല. സംസ്ഥാനത്തിലെ പ്രശ്നങ്ങൾ ഒന്നും അവതരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് തീർത്തും വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അതിലൂടെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും നല്ല നിലക്ക് തെറ്റിദ്ധാരണയുടെ ഭാഗമായി തങ്ങൾക്ക് വോട്ട് ലഭിക്കുമെന്നും അവർ കണക്കുകൂട്ടിയിരുന്നു. ഈ രണ്ട് കൂട്ടരുടെയും മോഹം തകർന്നടിയുകയാണ്. ഇനിയിപ്പം സഖാവിൻ്റെയും കൂട്ടരുടെയും മോഹങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതെന്താവുമെന്നറിയാനെങ്കിലും വോട്ടെണ്ണും വരെ കാത്തിരിക്കാം. So simply, what do you want to tell about Kerala people for casting his vote? Sir, I am requesting, not going to push anyone. Okay. Sir. ഞാൻ പറഞ്ഞേ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് രീതിയെന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കറിയില്ലല്ലോ.